ഹായ്. അങ്ങനെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കക്കയം ഡാം ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളത്. നമ്മളപ്പോ ഇന്ന് കക്കയം ഡാമിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറെ നാളായിട്ട് വരാത്ത എന്താ വെച്ചാൽ ഈ തണുപ്പ് മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ അട്ടയുടെ ശല്യമുണ്ട്. അപ്പോ എനിക്കും ചന്തുവിന് അട്ടനെ ഭയങ്കര പേടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ഒരു ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഇപ്പൊ നമ്മള് ഇന്ന് അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോ നമ്മൾ സിറ്റിയിൽ നിന്ന് പോകുന്ന ഒരു ഉച്ച 1 മണിയോടുകൂടി നമ്മൾ ഇവിടെ എത്തി. ഇവിടെയാണെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ കുഞ്ഞി പാർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാം നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ഉരക്കുഴി വാട്ടർഫാൾസ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡാമും അതുപോലെ തന്നെ വാട്ടർഫാളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട്, ഒരു 1.5 കിലോമീറ്റർ. ജീപ്പ് സർവീസ് ഉണ്ട് 250 രൂപയ്ക്ക്. നമ്മളപ്പോൾ സർവീസ് എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് നടക്കാം, ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ, തണുപ്പ് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇത്തവണ 2 ബൈക്കുകളിലായിട്ടാണ് യാത്ര തിരിച്ചത്. ടൗണിൽ നിന്ന് ഒരു 1.5 മണിക്കൂറുള്ള യാത്രയുണ്ടായിരുന്നു. കക്കയത്തേക്കുള്ള റോഡ് ഒരു ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും കൊള്ളാവുന്ന റോഡാണ്. വളരെ മനോഹരമായിട്ടുള്ള റോഡാണ്. ഇരുഭാഗവും വളരെ മനോഹരമായിട്ടുള്ള സീനറീസ് ആണ്. ഒരു ഭാഗം മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു കക്കയത്തേക്കുണ്ടായിരുന്നത്. അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ ഡാമിരിക്കുന്ന സ്ഥലത്തെത്തി. കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കാണ് കണ്ടത്. ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പരിസരമെല്ലാം നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മെല്ലെ ഡാമിന്റെ റിസർവായർ ഭാഗത്തേക്കൊക്കെ നല്ല ഇറങ്ങി നോക്കി. നല്ല ശാന്തമായി കിടക്കുന്ന ജലാശയമായിരുന്നു. ചുറ്റും ചെറിയ ചെറിയ ഐലൻഡ്സും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ അവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ധാരാളം പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഒരു മരത്തിൽ വലിയൊരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് പേര് അതിൽ ആടുന്നുണ്ടായിരുന്നു. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ണാടി പോലത്തെ വെള്ളമാണ്. അപ്പോ പക്ഷെ അതിലൊക്കെ ഇറങ്ങാൻ എന്നൊന്നും കഴിയില്ല. വെള്ളത്തിലേക്കൊക്കെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. അപ്പൊ ഇവിടെ വെള്ളത്തിലേക്കൊന്നും ആരും ഇറങ്ങുന്നതായിട്ടൊന്നും കണ്ടില്ല. ധാരാളം പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് സ്പീഡ് ബോട്ടിൽ ഈ റിസർവോയർ ഭാഗങ്ങളൊക്കെ ചുറ്റി കാണുന്നുണ്ടായിരുന്നു. ചന്തു അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം പാർക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ കളിക്കാനായിട്ട്. അപ്പോൾ ചന്തു വരുന്നുണ്ടായിരുന്നില്ല അവസാനം. അത്യാവശ്യം പഴക്കമൊന്നുമില്ലാത്ത സ്ലൈഡ്സും മറ്റുമായിരുന്നു. ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല. പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഡാമിലേക്ക് ഞങ്ങൾ മെല്ലെ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 1-2 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജീപ്പ് സർവീസ് എടുത്തില്ല, നടക്കാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവർ പറയുന്നു ചില ഭാഗത്ത് ചെറിയ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതായത് റോഡ് വളഞ്ഞ് S രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതിനിടയിലൂടെ കട്ട് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ട്രക്കിംഗ് പോലെയാണ്. ചെറിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ചന്തൊക്കെ അനായാസം അതിലൂടെ കയറി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മെല്ലെ നടന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെ ഡാമിലേക്ക് എത്തി. അപ്പൊ ഡാമിന്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമുക്ക് ഡാം കാണാൻ കഴിയും.
അങ്ങനെ ഡാമിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും കഴിയില്ല. ഒരു 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 പോയിന്റിൽ വെച്ച് നമുക്ക് ഡാം നല്ല വൃത്തിയായിട്ട് കാണാം. അപ്പൊ കുറച്ചേരം അവിടെ നിന്ന് ഡാമൊക്കെ കണ്ടു. അങ്ങനെ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ചെറിയ വിശ്രമം പോലെ. കാരണം അത്യാവശ്യം ദൂരം ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തിരി ടയർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാമൊക്കെ കണ്ട് കുറച്ചേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം പിന്നെ ഞങ്ങള് ഉരക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി. ഡാമിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കല്ലിട്ടൊരു ചെറിയൊരു പാതയാണ്. പിന്നെ ഇരുവശം നിറയെ മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു കാനനപാത. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. വീടിന്റെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്ര. നമ്മൾ നടന്ന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് പാറയിടുക്കി കൂടെ വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അതായത് പാറയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പോൾ മീനും ചന്തുവും പോയിട്ട് അത് കുടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ വെള്ളം. നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അവരങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മെല്ലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. അല്പം ശ്രമകരമായിട്ടൊരു യാത്രയായിരുന്നു. നിറയെ പാറകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു വഴിയായിരുന്നു. ഇത്തിരി ആയാസപ്പെട്ടിട്ടാണ് എല്ലാവരും അതിലൂടെ നടന്ന് ചെന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ധാരാളം പേര് അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളമൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൂടി അത്യാവശ്യം വെള്ളമുണ്ട്, കാണാൻ പാകത്തിന് വെള്ളമുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുന്നേ ആയിട്ട് കുറുകെ ഒരു തൂക്കുപാലം ഉണ്ട്. മുൻപ് നമ്മള് ഒരുപാട് മുന്നത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് ആയിരുന്നു അത്. ആ തൂക്കുപാലത്തിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കാണുന്നതും അതുപോലെ തന്നെ അവിടെ നിന്നെടുക്കുന്ന ഫോട്ടോസ് ഒക്കെ. പക്ഷെ ഇപ്പം ആ തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ അത് നശിച്ചു പോയിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്ന നിങ്ങൾ കാണാൻ വന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരെന്ന് പറഞ്ഞേ ഉരക്കുഴി വെള്ളച്ചാട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് ഉരഞ്ഞുരഞ്ഞുണ്ടായി പോയി. അതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. പാറയിൽ കുഴികൾ കണ്ടില്ല, വെള്ളം വീണ്ടുള്ള കുഴികൾ കണ്ട സൈഡില് 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴും. സമുദ്ര നിരപ്പിൽ നിന്ന് നമ്മൾ 2500 അടി ആയിട്ട് തന്നിട്ടുണ്ട്. ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പോകുന്നത് പാറയുടെ അടിയിൽ കൂടിയാണ് കുറെ ദൂരം. പിന്നെ മഴക്കാലത്ത് ഈ കാണുന്ന പോലും നല്ല പോലും വെള്ളച്ചാട്ടം. വളരെയധികം വെള്ളം ഒഴുകി പോരുന്ന കുറച്ച് അപകടമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പോലും ഇത്. ഇതിന് മുന്നേയുള്ള മഴവെള്ളപ്പാച്ചില് ഒഴുകിപ്പോയ ഒരു തൂക്കുപാലം അവിടെ കാണാൻ പറ്റും. മുൻപൊക്കെ പ്രവർത്തനക്ഷമമായിരുന്ന ഒരു തൂക്കുപാലമാണ്. പക്ഷെ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പൊ തന്നെ ഈ ഭാഗത്തെ അപകട സാധ്യതയെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും. എന്തായാലും വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെയാണെങ്കിലും വലിയ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴാണ് ഒരു ഗൈഡ് വന്ന് പറഞ്ഞത് അപ്പുറത്തൊരു ചെറിയ അരുവിയുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കുന്നു. അപ്പൊ അരുവിയിലേക്കും എല്ലാം ഞങ്ങൾ പോയി നോക്കാന്ന് വെച്ചു. പക്ഷെ അങ്ങോട്ടും ഇതേപോലെ തന്നെ ഒരുപാട് പാറകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രമകരമായിട്ടാണ് എല്ലാവരും നടന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടൊരു അരുവിയായിരുന്നേ. നല്ല കണ്ണാടി പോലത്തെ വെള്ളം, ഒരുപാട് കല്ലുകളും വെള്ളാരം കല്ലുകളും ഉരുണ്ട നല്ല മനോഹരമായിട്ടുള്ള കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഒരു അരുവി. ചുറ്റുപാട് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നേ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. ഒരുപാട് പേര് വന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസും സെൽഫീസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഷൂസും ജീൻസും ഒക്കെ ഇട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. പക്ഷെ എല്ലാവരും അരുവിയിൽ എത്തിയപ്പോൾ ഈ നടന്ന് കഷ്ടപ്പെട്ട് പാറയിലൊക്കെ ചാടി കയറി വന്നതിനുള്ള ക്ഷീണമൊക്കെ അങ്ങ് മറന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ അടിപൊളിയായിട്ടൊരു അരുവിയായിരുന്നേ. ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.